പാലക്കാട് തിരുവേഗപ്പുറ കൈപ്പുറത്ത് പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ അധികൃതരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താനും ക്യാമറകൾ സ്ഥാപിക്കാനും അടിക്കാടുകൾ വെട്ടാനും യോഗത്തിൽ തീരുമാനമായി. പുലിയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഒഴിയാത്ത സാഹചര്യമാണുള്ളത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി MLA മുഹമ്മദ് മുഹ്സിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. സ്ഥലം നിരീക്ഷിക്കാനും പ്രദേശത്ത് 3 ക്യാമറകൾ സ്ഥാപിക്കാനും അടിക്കാടുകൾ ഘട്ടം ഘട്ടമായി വെട്ടാനും യോഗത്തിൽ തീരുമാനമായി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് നടത്തുക പ്രദേശത്ത്. അതോടൊപ്പം തന്നെ 3 ക്യാമറകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറകൾ സ്ഥാപിക്കുക. ഈ 2 കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിക്കുകയും സെക്രട്ടറിയോട് ഓർഡർ ഇടാൻ വേണ്ടി ഭരണസമിതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സ്വകാര്യ സ്ഥലങ്ങൾ അത് ഘട്ടം ഘട്ടമായിട്ട് അവിടെയുള്ള അടിക്കാടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ, DFO, വകുപ്പ് മന്ത്രി എന്നിവർ വിവരമറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം നിരീക്ഷിക്കുന്ന സമയത്ത് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കരുതെന്നും കുട്ടികളും മറ്റും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ജനങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും തടിച്ചുകൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക്കാക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട്, അതിൽ പതിയുകയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അത് ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള, അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുലി ഇറങ്ങിയതായി പ്രദേശവാസി സംശയം പ്രകടിപ്പിച്ചതാണ് പുലിപ്പേടിക്ക് വഴിയൊരുക്കിയത്. അതേസമയം പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്ക തെളിവുകളൊന്നും അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. സംഭവസ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും പരിശോധന നടത്തിയിരുന്നു. കാട്ടുപൂച്ചയോ മറ്റോ എത്തിയതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.